ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. പിന്നെ ഇന്ന് നമ്മൾ തട്ടുകടയിലെ സ്പെഷ്യൽ കപ്പയും മുട്ടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതേ ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. കപ്പയും മുട്ടയും ചൂട് കട്ടൻ ചായയും പറയുമ്പോഴേ വയൽ വെള്ളം വരുന്നു. ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് കപ്പ ക്ലീൻ ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ അത്. പിന്നെ ഒരു 5 കോഴിമുട്ട, ഇത് 4 കോഴിമുട്ടയാണ്. 4 കോഴിമുട്ട ഉപ്പിട്ട് പൊട്ടിച്ചിട്ട് ഞാനതൊന്ന് ചിക്കിയെടുത്തതാണ്. അപ്പോൾ വേവ് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ല കപ്പയാണ് കിട്ടിയത്. പിന്നെ അതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. കറിവേപ്പിൻ്റെ ഇല ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് കളർ മാറാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. വേണ്ട മസാലകൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരൈറ്റാണ് കേട്ടോ കപ്പയും മുട്ടയും. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് തൃശ്ശൂർ വന്നതിന് ശേഷം പൂരം കാണാൻ വേണ്ടി പോയപ്പോഴാണ് കേട്ടോ. അവിടെ തട്ടുകട ഉണ്ടായിരുന്നു നൈറ്റ്. ആ ഒരു സമയത്താണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത്. കിഡിലായിരുന്നു. ഇതിലേക്ക് കപ്പ വേവിച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് കപ്പ ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഈ ഒരു മസാലയിലിട്ടിട്ട് കപ്പ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് ചേർത്തെടുക്കണം. ശേഷം നമുക്ക് ആ മുട്ടയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കാറുള്ളത്. ഇനി മുളക് പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഉണ്ടാക്കി നോക്കാത്തവർ ഇനി കപ്പ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ നടുഭാഗത്ത് ഒന്ന് കുഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എല്ലാ കപ്പയിലും ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ആദ്യം കപ്പ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടി പോകരുത്. ദേ മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ശേഷം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിയില നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതേ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും കൂടി നമുക്കൊന്ന് അലങ്കരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി തട്ടുകടയിലെ കപ്പയും മുട്ടയും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.